ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു കായ്പള റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു 3 കറുത്ത പഴം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു നെയ്യ് നമ്മുടെ ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ. നെയ്യുടെ ഒപ്പം ഞാൻ എടുത്തിട്ട് വന്നിട്ട് കടയുണ്ടല്ലോ, അതുകൊണ്ട് കടയിൽ കയറി എടുത്തതാണ്. കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 4 മുട്ടയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനോടൊപ്പം വേണ്ടത് നമുക്ക് ഈ മുട്ടയുടെ സ്മെല്ല് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായും കൂടെ വേണം കേട്ടോ. കടയിലാണെങ്കിൽ എപ്പോഴും ഉണ്ടാവും ഫ്രണ്ട്സ് കറുത്ത പഴങ്ങൾ, അത് ആർക്കും വേണ്ട കേട്ടോ. അപ്പോൾ ഞാനത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ യൂട്യൂബ് നോക്കിയപ്പോഴാണ് കണ്ടത് കായ്പോളയുടെ റെസിപ്പി കണ്ടത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു ഞാനത് പീസായി മുറിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത് ഒരു പാൻ വെച്ചിട്ട് ഒരു 2-3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കണം കേട്ടോ. അതിനുശേഷം അതേ നെയ്യിൽ തന്നെ, അതിൽ നെയ്യ് ബാക്കി ഉണ്ടാവും കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നെയ്യിൽ തന്നെ നമ്മുടെ പഴം മുറിച്ചതൊക്കെ ഇല്ലേ, അതിനൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ഒന്ന് നല്ലൊരു ബ്രൗണിഷ് കളർ കിട്ടും കേട്ടോ. അതിന് നല്ല ഭംഗിയുണ്ടാവും കാണാനും. അതുപോലെ ആക്കിയിട്ട് വേണം നമുക്കത് ഇറക്കി വയ്ക്കാൻ. ഓക്കെ, അടുത്തതായിട്ട് നമ്മളിനി ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ ഒരു 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം മിക്സിയിലേക്ക് പൊട്ടിച്ചങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് അതിനോടൊപ്പം പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇപ്പോൾ പിന്നെ എല്ലാവർക്കും ഷുഗർ പേഷ്യൻ്റുള്ള വീടുകളായിരിക്കും. അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് മധുരം ഒന്ന് കുറച്ച് തന്നെ ചെയ്താൽ മതി കേട്ടോ. പഴത്തിൻ്റെ മധുരം ഓൾറെഡി ഉണ്ടാവുമല്ലോ. അടുത്തായിട്ട് അതിനോടൊപ്പം ചേർക്കേണ്ടത് ഏലക്കായാണ് കേട്ടോ. ഞാനൊരു 4-5 ഏലക്കായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരു മാത്രം എടുത്ത് നമുക്ക് അതിനോട് ചേർത്ത് നന്നായി മിക്സിയിൽ അടിച്ചതിന് ശേഷം നമുക്കത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മിക്സ് എടുത്ത് അതിലോട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായി ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു വാഴയില മതി കേട്ടോ. വാഴയില ഞാനാണ് മുറിച്ചിട്ട് വന്നിട്ടുണ്ട്. അത് ആ പാനിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആ മിക്സിന് അങ്ങോട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്നെല്ലാം കറക്റ്റായി ഉപ്പ് നോക്കിയിട്ട് കുറച്ച് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ നമ്മളതിൻ്റെ മേലെ ഒന്ന് വെതറി കൊടുക്കണേ. നമ്മുടെ കായ്പോളയ്ക്ക് ഒരു ഡെക്കറേഷൻ വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ടുണ്ടല്ലോ ഫ്രണ്ട്സ്, ഒരു പ്ലേറ്റ് അങ്ങോട്ട് കമഴ്ത്തി വെച്ച് സിമ്മിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കായ്പള സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ദേ ഞാൻ മുറിച്ച് നോക്കുന്നുണ്ടേ, അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കണേ.